ലക്ഷ്മിയമ്മ കണ്ട ഉറപ്പായും പോലീസിനെ അറിയിക്കുമെന്ന് അയാൾക്ക് അറിയാം. പകലെപ്പോഴും ആരും കാണാതെ കയറി പറ്റിയതാണ് അയാൾ. സ്റ്റോർ റൂമിൽ കയറി പമ്മി ഇരിക്കുകയായിരുന്നു ഇത്രയും നേരം. അവർ ഫുഡ് കഴിക്കുന്ന തക്കം നോക്കിയാണ് അയാൾ അവരുടെ കണ്ണ് പേടിച്ച് നിലയുടെ മുറിയിൽ കയറി പറ്റിയത്. നിലയുടെ ചോദ്യത്തിന് മറുപടി പറയാതെ അവളെ തുറച്ചു നോക്കുകയാണ് നരേന്ദ്രൻ. നിനക്ക് കൂടി വേണ്ടിയടി ഞാൻ ആ മീരയെ ചതിച്ചൊഴിവാക്കിയത്. ആ ഒരു ഒറ്റ കാരണം കൊണ്ടാ നീരുവിന് ഞാനിപ്പോ ശത്രുവായത്. എന്നിട്ടും കൂടെ നിൽക്കേണ്ട സമയത്ത് തന്നെ നീ എന്നെ ചതിച്ച് കളഞ്ഞല്ലോടി. നരേന്ദ്രന്റെ സ്വരത്തിൽ ദേഷ്യവും സങ്കടവും ഇടകലർന്നിരുന്നു. അച്ഛൻ എന്തോ ഒന്നും അറിയാത്ത പോലെ. സ്ത്രീക്ക് എന്നോട് ഒരു താല്പര്യമില്ലെന്ന് അച്ഛനെ അറിയാവുന്നതല്ലേ? അച്ഛൻ തന്ന പണത്തിന്റെയും സ്വർണത്തിന്റെയും ബലത്തിലാണ് ഈ കൊച്ചിനെയും വയലിട്ട് ഞാനിവിടെ ജീവിക്കുന്നത്. നിള വാദിച്ചു. നീ അത് പറഞ്ഞ എന്നെ മണ്ടനാക്കല്ലേ മോളെ. സ്ത്രീ എത്രയൊക്കെ നിഷേധിച്ചാലും അവന്റെ സ്വത്തുക്കളൊക്കെ നിന്റെ വയറ്റിലുള്ള കുഞ്ഞിനെ അവകാശപ്പെട്ടതാണ്. അതുകൊണ്ട് അത് നീ പറയണ്ട. നരേന്ദ്രൻ പുച്ഛിച്ചു. ഏതെങ്കിലും കാലത്ത് എനിക്കും കുഞ്ഞിനെ അവകാശപ്പെട്ടത് കേസ് പറഞ്ഞ് വാങ്ങിക്കാൻ പറ്റുമായിരിക്കും. അതുവരെ ജീവിക്കണ്ടേ? അതിന് പണം വേണ്ടേ? എൻ്റെ ഒരു കാര്യം സ്ത്രീ ശ്രദ്ധിക്കാറില്ല. എനിക്കൊരു മൊട്ടുസൂചി പോലും അയാൾ വാങ്ങി തരാറില്ല. ഇപ്പോ നിള പരിഭവിച്ചു. അതിനും വേണ്ടി അവൻ്റെ അമ്മ നിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നില്ലേ? നിന്നെ കൊണ്ടു നടന്ന് നിനക്ക് വേണ്ടതൊക്കെ വാങ്ങി തരുന്നില്ലേ? മുടങ്ങാതെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നില്ലേ? നിനക്ക് ഇഷ്ടമുള്ളതൊക്കെ എത്തിച്ച് തരുന്നില്ലേ? ചുരുക്കി പറഞ്ഞ നിനക്ക് വേണ്ടി സ്വന്തം കയ്യിൽ നിന്ന് ചില്ലിക്കാശ് നീ ചെലവാക്കുന്നില്ലേ? ഇപ്പോ എല്ലാം ആ ലക്ഷ്മി അമ്മയിലെ ചെയ്യുന്നേ. ആ ന്യായത്തെ നരേന്ദ്രൻ പൊളിച്ചടക്കി. നിള ഇനി എന്ത് പറയുന്ന അറിയാതെ ഉത്തരം മുട്ടി നിന്നു. ഇനി എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല നിളെ. എനിക്കെൻ്റെ കാശ് തിരിച്ചു കിട്ടിയേ പറ്റൂ. എന്നിട്ട് വേണം കേസ് ഒഴിവാക്കി തിരിച്ചു വന്ന് നീരുവുമായുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാൻ. എനിക്ക് വയ്യ ഇങ്ങനെ അകന്നു നിൽക്കാൻ. ഇനിയും അവളെന്നെ വെറുക്കും മുന്നേ എനിക്ക് അവളുടെ അടുത്ത് എത്തണം. നരേന്ദ്രൻ പറഞ്ഞു. ഇനി അച്ഛനെ എത്തിയിട്ടും വലിയ കാര്യമൊന്നുമില്ല. പഴയ സംബന്ധക്കാരൊക്കെ വന്നിട്ടുണ്ടല്ലോ. ഇനി അവിടെ അച്ഛൻ്റെ ആവശ്യം ഉണ്ടാവില്ല. നിളപൂച്ചത്തോടെ പറഞ്ഞു. മനസ്സിലായില്ല. നരേന്ദ്രനെ നെറ്റിച്ചു വിളിച്ചു. മുൻ കാമുകനപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് മകളെ പരിപാലിക്കുന്ന തിരക്കിലെ അമ്മ. ഇപ്പൊ അച്ഛൻ അങ്ങോട്ട് ചെന്നിട്ട് ഒരു കാര്യമില്ല. നിള ചുണ്ടുകൊട്ടി. എന്നിട്ടും നരേന്ദ്രന്റെ കാര്യങ്ങൾ വ്യക്തമായില്ല. ആ ഹരിക്കെതിരെ അവൾ കൊടുത്ത കേസില്ലേ, അതിൽ ഏകദേശം അവൾ ജയിച്ച മട്ട. തോൽക്കെന്ന് ഉറപ്പായപ്പോൾ ആ ഹരി കോടതിയിൽ വെച്ച് അവൾ ഉപദ്രവിച്ചെന്ന്, തലക്കെന്തോ മുറിവുണ്ടെന്ന്. സ്നേഹനിധിയായ അമ്മയും അവളുടെ അച്ഛനും കൂടിയാ ഹോസ്പിറ്റലിൽ കൂട്ടിരിക്കുന്നേ. അവര് പോരാഞ്ഞിട്ടാവും എൻ്റെ ഭർത്താവും കൂട്ടിരിക്കാൻ പോയിട്ടുണ്ട്. പറയുമ്പോൾ നിലയുടെ മുഖത്ത് അരിശം നിറഞ്ഞു. നരേന്ദ്രനത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കേസിൽ അവൾ എങ്ങനെ ജയിക്കുമെന്ന ചിന്തയേക്കാൾ അയാൾ അമ്പരപ്പിച്ചത് ഹോസ്പിറ്റലിൽ നീരജയും മഹിയും ഒരുമിച്ചാണെന്ന വാർത്തയാണ്. മഹിയെ കാണുന്നത് പോയിട്ട് അയാളുടെ പേര് കേൾക്കുന്നത് പോലും നീരജയ്ക്ക് വെറുപ്പാണ്. അവളെ ചതിച്ചു കളഞ്ഞ അയാളോട് ഈ ജന്മം ക്ഷമിക്കാൻ കഴിയില്ലെന്ന് പലപ്പോഴും നരേന്ദ്രന് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. അങ്ങനെയുള്ള ഒരുവനൊപ്പം ഒരു ഹോസ്പിറ്റലിൽ ഒരുമിച്ച് നരേന്ദ്രന് തലപുകയെന്ന പോലെ തോന്നി. താൻ ഇവിടെ ഇല്ലാത്ത സമയത്ത് അവർക്കിടയിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാകുമോ? നീരജയ്ക്ക് അയാളുണ്ടായ വെറുപ്പ് മാറാൻ മാത്രം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ താൻ നീരജയുടെ ഉള്ളിൽ ഇനി തൻ്റെ സ്ഥാനം. അയാൾക്ക് ഭ്രാന്ത് പിടിക്കും പോലെ തോന്നി. തളർച്ചയോടെ അയാൾ ബെഡിലേക്കിരുന്നു. നീരജയ്ക്ക് അതിന് കഴിയില്ല. ആ ചതിയനെ അവൾ വിശ്വസിക്കില്ല. മീരയ്ക്ക് വേണ്ടിയാവും ചിലപ്പോൾ അയാളെ സഹിക്കുന്നതെങ്കിലോ. അയാൾ അച്ഛനല്ലേ? അവകാശം പറഞ്ഞ് ഒപ്പം നിന്ന് ആട്ടിയിറക്കാൻ അവൾക്ക് കഴിയില്ലല്ലോ. നീരജയ്ക്കാണെങ്കിലോ മറ്റാരേക്കാളും പ്രിയപ്പം മീരയാണ്. ഇപ്പം അവൾ ഇങ്ങനെ ഒരു അവസ്ഥയിൽ വിട്ടിട്ട് പോരാൻ അവൾക്ക് തോന്നിയിട്ടുണ്ടാവില്ല. ഇതാവും സംഭവിച്ചത്. അയാൾ സ്വയം സമാധാനിപ്പിച്ചു. അങ്ങനെ വിശ്വസിക്കാനാണ് അയാൾക്ക് ഇഷ്ടം. പക്ഷെ കേസ് എത്രയും വേഗം ഒത്തുതീർപ്പാക്കണമെന്ന് അയാൾ തീരുമാനിച്ചു. ഭാര്യയെ പൂർണ്ണ വിശ്വാസമാണെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ നേരിയ ഭയമില്ലാതില്ല. അമ്മയും മകളും ഒന്നിച്ച സ്ഥിതിക്ക് അച്ഛനെയും അമ്മയെയും കൂടി ഒന്നിപ്പിക്കണമെന്ന് അവൾക്ക് തോന്നിപ്പോയാലോ? മകൾക്ക് വേണ്ടി അങ്ങനെ ഒരു തീരുമാനത്തിൽ അവരെത്തിച്ചേർന്നാലോ? അവിടെയും മഹി വിവാഹിതനാണെന്ന് ഓർക്കുമ്പോൾ മാത്രം നരേന്ദ്രന് കുറച്ച് ആശ്വാസം കിട്ടി. രണ്ടുപേർക്കും ഇന്ന് മറ്റൊരു ജീവിതമുണ്ട്. അത് മറന്ന് അവർ സാഹസികത മുതിരില്ലെന്ന അയാളുടെ പ്രതീക്ഷ. അല്ലെങ്കിൽ നീരജ് ഒരിക്കലും മഹിയോട് ക്ഷമിക്കില്ലെന്ന വിശ്വാസം. അതൊക്കെ ഓർത്ത് അയാൾ കുറച്ചൊക്കെ ആശ്വസിച്ചു. അവളെങ്ങനെയാ കേസ് ജയിച്ചേ? ഏറെ നേരത്തെ ചിന്തകൾക്കൊടുവിൽ നരേന്ദ്രൻ ചോദിച്ചു. ജയിച്ചിട്ടൊന്നുമില്ല. എങ്കിലും ജയിച്ചതുപോലെ തന്നെയാ. അടുത്ത തവണ കോടതി കൂടുന്നത് മിക്കവാറും ആ ഹരിക്ക് ജയിൽവാസം സ്ഥിരമാക്കാനുള്ള വിധി പറയാനാവും. അമ്മയാ ചതിച്ചു കളഞ്ഞത്. അവൾക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞ് അവളുടെ കേസൊക്കെ തള്ളിപ്പോയേനെ. അന്നേരം അമ്മ പോയി മൊഴി മാറ്റി പറഞ്ഞു. അച്ഛനും ആ ഹരിയും കൂടി തെറ്റിദ്ധരിപ്പിച്ചതാന്നൊക്കെ പറഞ്ഞു. അതിന് പുതിയ കേസാവുന്ന എൻ്റെ പേടി. നിലയൊന്ന് വിശ്വസിച്ചു.
അപ്പം അവൾ ജയിക്കുമല്ലേ? നരേന്ദ്രന് കടുത്ത നിരാശ തോന്നി. ആ ഹരിക്കെതിരെ വേറെ എന്തൊക്കെയോ തെളിവുണ്ടെന്ന്. ഇനി ആ ഹരി പുറം ലോകം കാണാൻ കുറച്ച് കഷ്ടപ്പെടുന്ന എനിക്ക് തോന്നുന്നേ. നിളക്കും നിരാശയാണ്. ഇന്നത്തോടെ അവൾ ഹരിക്കൊപ്പം പോകുമെന്നാണ് അവളും പ്രതീക്ഷിച്ചത്. നാളെ ഞാൻ വരും. അന്നേരം ഞാൻ നിന്നെ ഏൽപ്പിച്ച ഗോൾഡും ക്യാഷും എന്നെ ഏൽപ്പിക്കണം. എനിക്കിനി വെറുതെ പാഴാക്കാൻ സമയമില്ല, നരേന്ദ്രൻ ഗൗരവത്തോടെ പറഞ്ഞു. നീലയുടെ മുഖം ഇരുണ്ടു. അച്ഛനോട് ഞാൻ എൻ്റെ അവസ്ഥയൊക്കെ പറഞ്ഞതല്ലേ? അവൾ അരിശത്തോടെ ചോദിച്ചു. എന്തവസ്ഥ? നീ ഇവിടെ പട്ടിണി കിടക്കുന്നല്ലോ. ഇന്നൊരു ദിവസം തന്നെ ഞാൻ കണ്ടതല്ലേ ആ ശ്രീയുടെ അമ്മ നിന്നെ എങ്ങനെയാ നോക്കുന്നതെന്ന്. അല്ലെങ്കിലും അവരുടെ പേരെക്കുട്ടി നിന്റെ വയറ്റിൽ കിടക്കുന്ന കാലത്തോളം നിന്റെ എല്ലാ കാര്യവും അവർ കണ്ടറിഞ്ഞ് ചെയ്തോളും. അതുകൊണ്ട് നീ അതും പറഞ്ഞ് എന്നെ മണ്ടനാക്കരുത്. കളിക്കാതെ മര്യാദയ്ക്ക് തന്നതൊക്കെ തിരിച്ച് തന്നേക്കുന്നില്ലേ. ഇത് എൻ്റെ ലൈഫിൻ്റെ പ്രശ്നമാണ്. നരേന്ദ്രൻ ദേഷ്യം വന്നു തുടങ്ങി. സ്നേഹത്തോടെ അല്ലാതെ സംസാരിക്കാത്ത അച്ഛൻ്റെ മാറ്റം അവളിലും അസ്വസ്ഥതയുണ്ടാക്കി. അപ്പം എൻ്റെ ലൈഫോ? ഈ കുഞ്ഞ് ജനിച്ച് കഴിയും വരെ എനിക്ക് പരിഗണന കിട്ടൂ. അത് കഴിഞ്ഞാലോ ഞാൻ എങ്ങനെ ജീവിക്കും? അതെന്താ അച്ഛൻ ചിന്തിക്കാത്തേ? അവളും ദേഷ്യപ്പെട്ടു. നിളേ, എനിക്കിപ്പോൾ എൻ്റെ ജീവിതം തിരിച്ചു പിടിച്ചേ പറ്റൂ. മറ്റൊന്നും ഞാനിപ്പോൾ ചിന്തിക്കുന്നില്ല. പ്രസവശേഷം അവർ നിന്നെ അടിച്ചിറക്കത്തൊന്നുമില്ല. ആ കുഞ്ഞിനെ വെച്ച് അന്നും നിനക്ക് വില വേശാമല്ലോ. ഇനി അവർ നിന്നെ കൈയൊടിഞ്ഞാലും അച്ഛൻ നോക്കിക്കൊള്ളാൻ. ബാക്കി നീ ധൈര്യമായിരിക്ക്. അത്രയൊക്കെ പറഞ്ഞിട്ടും കൊടുക്കാനുള്ള മനസ്സ് നിലക്കില്ല. ഞാൻ നാളെ വരുമ്പോൾ അതൊക്കെ എടുത്ത് വെച്ചേക്കണം. ഞാൻ പോകുക. നീ എന്നെ ഒന്ന് പുറത്തേക്ക് ഡോറടച്ചേ. ആർക്കും ഒരു സംശയത്തിന് ഇട കൊടുക്കേണ്ട. നരേന്ദ്രൻ പറഞ്ഞത് ലക്ഷ്മിയമ്മ ഉറങ്ങിയെന്ന് ഉറപ്പുവരുത്തി കിച്ചൺ വഴി നരേന്ദ്രനെ അവൾ പുറത്തേക്ക് ഡോറ് ലോക്ക് ചെയ്തു. തിരികെ വന്ന് ബെഡിൽ കിടക്കുമ്പോൾ ചില്ലിക്കാശ് പോലും തിരികെ കൊടുക്കില്ലെന്ന് അവൾ ഉറപ്പിച്ചിരുന്നു. ഛേ, ഇവനെതിരാണാണോ? അടിച്ച ഒറ്റയടിക്ക് ചാവുന്ന പോലെ അടിക്കേണ്ടേ? ആ നെറ്റി ഒന്ന് പോറിക്കാനാണോ അവൻ ഇത്ര റിസ്ക് എടുത്തത്? ശവം. മീരയ്ക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് വിഷനിൽ നിന്നും പറഞ്ഞപ്പോൾ തുടങ്ങിയതാണ് മധു. എന്തോ മീരയോട് അവൾക്ക് വല്ലാത്ത വൈരാഗ്യമാണ്. പെട്ടെന്നൊരു ദിവസം തറവാടിൻ്റെ അവകാശിയായി അവൾ കയറി വന്നത് മധുവിന് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. അത് മാത്രമല്ല, ദിയയുടെ വിവാഹം മുടങ്ങാൻ കാരണക്കാരി അവൾ കൂടിയാണെന്ന ദേഷ്യം പേറുകയും. മധുവിന് പറഞ്ഞിട്ടും മതിയാവുന്നില്ല. വിഷന് ക്ഷമ നശിച്ചു തുടങ്ങി. നിന്റെ കൂടെപ്പിറപ്പിന്റെ മോളാടി അവള് എന്ന് വെച്ചാൽ നിന്റെ മോളെ പോലെ കാണേണ്ടവള്. ആ അവള് ചാവാത്തീനാ നീ ഇപ്പൊ വിഷമിക്കുന്നേ, അരിശത്തോടെ വിഷൻ പറഞ്ഞു. അതൊന്നും കേൾക്കാത്ത മട്ടാണ് മധുവിന്. എനിക്ക് ആ പെണ്ണിനെ കാണുമ്പോൾ തന്നെ ഇപ്പൊ വിറഞ്ഞു കയറും. ഇന്നത്തോടെ ആ ശല്യം ഒന്ന് ഒഴിഞ്ഞു കിട്ടുമെന്ന് കരുതി ഞാനൊന്ന് സന്തോഷിച്ചു. ഛേ, നിരാശയോടെ അവർ മുഖം വീർപ്പിച്ചു. വിഷന് ദേഷ്യം തോന്നിപ്പോയി. മഹിയുടെ ചോരയിൽ ഒരു മകൾ ജീവനുണ്ടെന്ന് അറിഞ്ഞപ്പോൾ മധു ഇങ്ങനെയൊന്നും ആയിരുന്നില്ലെന്ന് അയാൾ ഓർത്തു. തന്നെ പോലെ സന്തോഷവും അതിനൊപ്പം കുറ്റബോധവും മധുവിനുണ്ടായിരുന്നു. ഹരിയിൽ നിന്നും അവൾക്ക് നേരിടേണ്ടി വന്ന ദ്രോഹങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ തങ്ങളെപ്പോലെ വേദനിച്ചവളാണ്. അപ്പോൾ അതൊക്കെ വെറും അഭിനയമായിരുന്നു. വിഷൻ അങ്ങനെ ചിന്തിച്ചു പോയി. ദിയയും അർജുനുമായുള്ള വിവാഹം മുടങ്ങിയതിൽ പിന്നെയാണ് മധുവിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയത്. അല്ലെങ്കിൽ ഉള്ളിലുള്ളത് പുറത്തു വന്നത്. മധുവിനൊരിക്കലും വിഷനെയും മക്കളെയും അല്ലാതെ മറ്റൊരാളെയും സ്നേഹിക്കാനാവില്ല. അത് മനസ്സിലാക്കാൻ വിഷനും വൈകി. സകല അധികാരത്തോടെ മീര തറവാടിലേക്ക് വന്നതോടെയാണ് മധു മറ്റൊരാളായി മാറിയത്. തറവാടിനും ബിസിനസ്സിനും ഒരേ ഒരു അവകാശം മീരയാണെന്ന് അറിഞ്ഞതിൽ പിന്നെ അതുവരെ ഏട്ടൻ അവർക്ക് വലിയ കാര്യമായിരുന്നു. വരലക്ഷ്മിയുടെ സാമീപ്യം വെറുത്തിരുന്ന മഹിക്ക് എന്തിനും ഏതിനും മധുവിന് മതിയായിരുന്നു. മഹിയുടെ കാര്യങ്ങൾ വരലക്ഷ്മി വഴി മധു കൃത്യമായി നിർവഹിച്ചിരുന്നു. അതിലൊക്കെ മാറ്റം വന്നത് മീരയുടെ വരവോടെയാണ്. മക്കളില്ലാത്ത മഹിയുടെ സമ്പാദ്യം തൻ്റെ മക്കൾക്ക് കിട്ടുമെന്ന് അതിമോഹം കൊണ്ടുണ്ടായ സ്നേഹമായിരിക്കാം അതെന്ന് ഇപ്പൊ പലർക്കും തോന്നി തുടങ്ങിയിട്ടുണ്ട്. തൻ്റെ മക്കൾക്ക് അത് കിട്ടില്ലെന്നായപ്പോൾ ഇനി ആരെയും പതപ്പിച്ച് നിൽക്കേണ്ട കാര്യമില്ലെന്ന് തോന്നിക്കാണും മധുവിന്. മധുവിൻ്റെ ശരിക്കുള്ള സ്വഭാവം കണ്ട് വിശ്വനും അന്താളിച്ച് പോയിട്ടുണ്ട്. പ്രണയിച്ചപ്പോഴും ഇത്രയും കാലം കൂടെ ജീവിച്ചപ്പോഴും ഒരു സാധുവായിരുന്നു. കുറച്ച് സ്വാർത്ഥത ഉണ്ടെന്നൊഴികെ മറ്റൊന്നും കുറവായി കണ്ടിട്ടില്ല ഇന്ന് വരെ. പക്ഷേ ആ സ്വാർത്ഥതയാണ് പ്രശ്നമെന്ന് വിഷനെന്ന് മനസ്സിലാക്കുന്നു. താനും തൻ്റെ ഭർത്താവും മക്കളും, അതാണ് തൻ്റെ കുടുംബം. തൻ്റെ കുടുംബം സന്തോഷത്തോടെ സുഖസൗകര്യങ്ങളോടെയും ജീവിക്കണം. മക്കളോടില്ലാത്ത അതില്ലാത്ത സ്നേഹം, അവർക്ക് ആരെക്കാളും നന്നായി ജീവിക്കണമെന്ന അതിയായ മോഹം, അവിടെ മറ്റുള്ളവരെ മതം മറന്നു കളഞ്ഞു. സഹോദരൻ്റെ ജീവിതത്തെക്കുറിച്ച് അന്നും ഇന്നും അവർ ചിന്തിക്കുന്നില്ല. വിഷനും മനസ്സിലാക്കി തുടങ്ങിയിരുന്നു. തന്നോടും മക്കളോടുമുള്ള അമിതമായ സ്നേഹമാണ് ബാക്കിയുള്ളവരോട് അവർക്കുള്ള ശത്രുത. പറഞ്ഞു തിരുത്തണമെന്നുണ്ട്. പറഞ്ഞാൽ കേൾക്കുന്നവരോടല്ലേ പറഞ്ഞിട്ട് കാര്യമുള്ളൂ. പിന്നെയും അത് എന്തൊക്കെയോ പറയുന്നുണ്ട്.
ധ്രുവൻ അവിടെ കൂട്ടുനിന്നത് മധുവിന് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതേക്കുറിച്ചായി പിന്നീട് സംസാരം. വിഷ്ണു ഒന്നും കേൾക്കാത്ത മട്ടിൽ കണ്ണുകളടച്ച് കിടന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ മധു സംസാരം തേടി ബെഡിൽ കയറി കിടന്നു. കുറച്ചു നേരം അനക്കമൊന്നും ഇല്ലാതായപ്പോൾ വിഷൻ കണ്ണു തുറന്നു. കഴിഞ്ഞോ? ഗൗരവത്തോടെ അയാൾ ചോദിച്ചു. മധു മറുപടിയൊന്നും പറഞ്ഞില്ല. വിജയ് മോൻ്റെ വീട്ടിലേക്ക് പോകേണ്ടേ? സമ്മതമാണെന്ന് പറഞ്ഞ സ്ഥിതിക്ക് വൈകിക്കാതെ പോകുന്നതല്ലേ നല്ലത്? ആ ബ്രോക്കർ എന്നോട് ചോദിച്ചു എന്നാ പയ്യന്റെ വീട് കാണാൻ പോകുന്നതെന്ന്. കുറച്ചു നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം മധു പറഞ്ഞു. നേരത്തെ കരുതുള്ളിയ ആളെ അല്ല ഇപ്പോൾ. ശബ്ദത്തിന് നല്ല മയക്ക് വന്നിട്ടുണ്ട്. വിഷൻ അവരെ സൂക്ഷിച്ചു നോക്കി. ഞാൻ എന്താ അയാളോട് പറയണ്ടേ? അവർ നമ്മളെ പ്രതീക്ഷിച്ചിരിക്കുവാകും. മധു ആ നോട്ടം കണ്ട് നീരസത്തോടെ ചോദിച്ചു. ഈ അവസ്ഥയിൽ എങ്ങനാ? വിഷൻ തല ചൊറിഞ്ഞു. ഏതവസ്ഥയിൽ? മധുവിൻ്റെ മുഖം മാറി. അല്ല മധു, അവരൊക്കെ ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ട് എല്ലാവരും ഒന്ന് ഓക്കെ ആയിട്ട് പോയാൽ പോരെ? അപ്പം മഹിയുടെ ആരോഗ്യം കുറച്ചുകൂടി മെച്ചപ്പെടില്ലേ? അയാൾ ചോദിച്ചു. അത് ഇഷ്ടപ്പെടില്ലെന്ന് ആ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ ആരും വരുന്ന നോക്കി കാത്തിരിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ മോളുടെ കാര്യമില്ലേ, അതിന് നമ്മൾ മതി. വരാൻ താല്പര്യമുള്ളവർ വന്നോട്ടെ, മധു പറഞ്ഞു. എടി, വിജയുടെ അച്ഛന് മഹിയോടൊരു പ്രത്യേക താല്പര്യമുണ്ട്. മഹിയെ കണ്ടിട്ട് കൂടിയാ അവർ ഈ ആലോചനയുമായി വന്നത് തന്നെ. അപ്പം മഹി കൂടി ഉള്ളതല്ലേ നല്ലത്? വിഷൻ ചോദിച്ചു. അത് ശരിയാണെന്ന് മധുവിനും തോന്നിയെങ്കിലും തുറന്ന് സമ്മതിച്ചു കൊടുക്കാനൊന്നും പോയില്ല. നിങ്ങൾ എന്തോ ചെയ്യേ? കൃത്യമായൊരു മറുപടി പറയാതെ അലസമായി പറഞ്ഞുകൊണ്ടും മധു തലവഴി പുതപ്പിട്ട് മൂടിക്കിടന്നു.